എടാ ഞാനോ? ഞാൻ ചുമ്മാ ദേഷ്യത്തിൽ പറഞ്ഞ മാത്രമേ ഉള്ളൂ. ഇത് നീ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നം നിനക്കറിയാവോ? എടാ അവനെ ആരെങ്കിലും അടിച്ചാൽ ഞാനിപ്പോ എന്ത് ചെയ്ത്? അവൻ ആരെയൊക്കെ അടിച്ചതല്ല പ്രശ്നം, അത് നിന്റെ മണ്ടയിൽ എങ്ങനെ ആയെന്നറിയോ? അതും എന്നെ മണ്ടലോട്ടാക്കടാ. എടാ നിനക്ക് കാര്യം മനസ്സിലായില്ലയോ? നീ ഇപ്പൊ നിന്റെ വീട് മസ്തു വയ്ക്കുന്നത് എന്തിനാ? എടാ ഞാൻ ആ പരിസരത്തുള്ള ആരോടും മിണ്ടത്തില്ല, ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരും. എടാ അത് എവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിന്റെ പ്രശ്നം എന്തോന്ന് അറിയാവോ? എന്തെങ്കിലും ചെറിയ കാരണം മതി, അത് അവരുടെ എല്ലാം തെറ്റാന്നുണ്ടെങ്കിൽ നീ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതിപ്പോ ചോദിക്കുള്ള ആരെ മുഖത്തേക്ക് ചോദിക്കുകയും ചെയ്യും, പറയാനുള്ള പറയുകയും ചെയ്യും. അതെനിക്കൊരു വിഷമം തോന്നിട്ടില്ല. എടാ നിന്റെ എടുത്തിയാട്ടോടാ, നീ മിക്കപ്പോഴും മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ പെരുമാറുന്നത്. ഞാൻ ശരിയെന്ന് എനിക്കറിയാം, അത് മതി എനിക്ക്. നീ ശരിയാന്നുള്ള കാര്യമൊക്കെ ഓക്കെ, പക്ഷെ നീ ഇങ്ങനെ എടുത്തേടി പെരുമാറി കഴിഞ്ഞാലേ സമാധാനം കിട്ടത്തില്ലെന്ന്. ഞാൻ പിന്നെ എന്താ വേണം? നീ ഒന്ന് സമാധാനപ്പെടും, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എടാ ഞാൻ പോയി അഖിലേ കണ്ടായിരുന്നു, അവൾ ഈ കാര്യം തന്നെ പറഞ്ഞേ. ദേഷ്യം മാത്രമല്ല വിഷ്ണുവിന്, ഭയങ്കര എടുത്തിയാട്ടം ഉണ്ട്. എടാ എന്റെ ഫ്രണ്ടിന്റെ മാമനൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, പക്ഷെ അവന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും നൈസായിട്ടേ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയിട്ടൊന്ന് സംസാരിപ്പിച്ചു നോക്കൂ. നീ എന്തായാലും വിളിച്ചോണ്ട് പോട്ടെ, അദ്ദേഹത്തെ പോന്ന് കാണും. അപ്പൊ നീ വരുന്നില്ലയോ? 2 ദിവസം ഞാൻ കടാർന്നിട്ട്, നിനക്കറിയാല്ല റിയാസോനായിട്ടുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി നടന്നേ. ശരി ആന്റി, അനന്തോ എന്തി? എന്തിനാ അടുത്ത പ്രശ്നത്തിൽ പോയി ചാടാനാ? അപ്പുറത്തെങ്ങാണ്ടുണ്ട്. ഡാ നീ ഒന്ന് റെഡിയാവും, നമുക്കൊരു ഡോക്ടറെ കാണാൻ പോവാം. ഡോക്ടറെ എന്തിന്? എടാ നിനക്ക് ഈ സ്ട്രെസ് വരുന്നതും ദേഷ്യമൊക്കെ വരുന്നതും കുറയണ്ടേ? നീ എന്താ പറഞ്ഞു തരുന്നേ? എനിക്ക് ഭ്രാന്താണോ? എടാ ഇതിന് പ്രാന്തെന്നൊക്കെയാണോ പറയുന്നത്? നിന്റെ ദേഷ്യം മാറാൻ വേണ്ടിയിട്ടാണെന്ന്. ശരി, എനിക്ക് ഭ്രാന്താ. ഞാൻ വന്നില്ലെന്ന് വേണ്ട.